ചരിത്രമുറങ്ങുന്ന കൊത്തുവാൾ തെരുവിന് പറയാൻ ധാരാളം പഴങ്കഥകളുണ്ട്. അവയിലൊന്നാണ് രാജഭരണകാലത്തെ ആരാച്ചന്മാരുടെ കഥ. കുറ്റവാളിയെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് ആരാച്ചന്മാർ ഇവിടെയാണ് പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നിരുന്നത്. ഇരുട്ടിന്റെ മറവിൽ കുറ്റവാളികളെ നിർദാക്ഷിണ്യം തൂക്കിലേറ്റുന്ന ആരാച്ചന്മാർ. ഈ ഇടവഴിയിലൂടെ നടന്നു കയറുന്നത് അമ്പലപ്പറമ്പിലേക്കാണ്. ആരാച്ചാർമാർ തൂക്കുകയർ പൂജിച്ചിരുന്ന മാടന്റെ അമ്പലം. അമ്പലത്തിൻ്റെതായ അവശിഷ്ടങ്ങളൊന്നും തന്നെ ഇന്നിവിടില്ല. ചെടികൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട മാടന്റെയും കാളിയുടെയും വിഗ്രഹങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ആരാച്ചാർമാരെക്കുറിച്ച് പഴമക്കാർക്ക് നേരിയ ഓർമ്മ മാത്രമാണുള്ളത്. നേരം വെളുക്കുന്നതിന് മുമ്പ് തൂക്കാണ്. അത് കണക്കാക്കി അവർ വരുമ്പോൾ അവർ 7 പേര് കാണണമെന്ന് അവരെ റൂള്. ഒരാൾ വീഴുന്ന കിടന്നാൽ എടുത്ത് തൂക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. അത് കണക്കാക്കിയാണ് അവർ വരുന്നത്. ഈ ആരാച്ചാര്യം എന്ന് പറഞ്ഞ ആൾ മാത്രം കറുത്ത ഡ്രസ്സും കറുത്ത തൊപ്പിയല്ല. മറ്റുള്ളവർക്കെല്ലാം ട്രാൻസ്പോർട്ട് കടയുന്ന മാതിരിയുള്ള ഈ നീല കളറുമായുള്ള തൊപ്പിയാണ്. കൊലയാളിയെ തൂക്കിലേറ്റാൻ പോകുന്നതിന് 3 മണിക്കൂർ മുമ്പാണ് ക്ഷേത്രപ്പറമ്പിലേക്ക് ആരാച്ചന്മാരുടെ കടന്നുവരവ്. അതും സൈനിക അകമ്പടിയും തീപ്പന്തവുമേറി കുതിരപ്പുറത്ത്. കൊലക്കയർ കൊണ്ട് നീതി നടപ്പാക്കിയിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു റാട്ട് ഇന്നും ഇവിടുണ്ട്. ആരാച്ചാർമാർ കൊലക്കയർ തയ്യാറാക്കിയെടുത്തിരുന്നത് ഈ റാട്ടിലാണ്. തുടർന്ന് ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താൻ പൂജ നടത്തും. മരണമണിയും മുഴക്കി ആരാച്ചാർമാർ മടങ്ങുമ്പോഴാണ് സ്ഥലവാസികൾ വീടിന് പുറത്തിറങ്ങുന്നത്. ആ ഓർമ്മകൾ ഇന്നും ഈ തെരുവിൽ നിറഞ്ഞു നിൽക്കുന്നു. ക്യാമറാമാൻ അനിൽ ചപ്പാത്തിനൊപ്പം ഷീന രാജ്, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.